ശ്രീല പ്രഭുപാദിൻ്റെ ജീവിതം സമുദ്രം പോലെ നിഗൂഢതകൾ നിറഞ്ഞതാണ്. അതിലെ ഒരു തുള്ളി നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയാണ് പയ്യോളി സത്സംഗത്തിലെ ഒരു കൂട്ടം ഭക്തർ. ഒന്ന് കർട്ടനുയരുന്നു. അമേരിക്കയിലെ സായാഹ്നം. പ്രഭുപാദരുടെ സത്സംഗ വേദിയിൽ അനുയായികൾക്കൊപ്പം സങ്കീർത്തനം നടക്കുന്നു. ദൈവത്തെ കണ്ടുപിടിക്കാൻ പോവാണോ? ഇതാ എന്നെ സഹായിച്ചു. വിവേകരം ഗ്രന്ഥങ്ങളുണ്ട് ഞങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്കെല്ലാം ദൈവമായിട്ട് മാറാം. ഓ, ഹിന്ദിയിലൊന്നും ചെലവാകുന്നുണ്ടാവില്ല അല്ലേ? അതുകൊണ്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഇങ്ങോട്ടേക്ക്. നടക്കില്ല, നടക്കില്ല സ്വാമി, നടക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ. ദൈവമാണെങ്കിൽ ഇത് കഴിച്ചു സ്വാമി, കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. ഹേയ് മൂഢരെ, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? പ്രഭുപാദ് ഒരു സാധാരണ മനുഷ്യനല്ല, ദൈവഭക്തനാണ്. നിങ്ങൾ ഓർത്തോളൂ. നിങ്ങൾ ദൈവത്തെ നിന്ദിക്കുന്നുണ്ടാവാം, എന്നാൽ അതൊന്നും ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രദ്ധിക്കില്ല. ഭയചരിതരായ കുറെ നായ്ക്കൾ പൂർണ്ണചന്ദ്രനെ നോക്കി കരയുന്നത് തുല്യമാണ് അത്. എന്നാൽ തൻ്റെ ഭക്തന് വിഷമുണ്ടാക്കിയാൽ ഈ ഭൂമിയിൽ തന്നെ അവർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരും. ഇത് കേട്ട ഹിപ്പികൾ ചേരി പിരിയുന്നു. ഒരു കൂട്ടം പ്രഭുപാദരെയും അനുയായികളെയും സംരക്ഷിക്കുന്നു. മറ്റു കൂട്ടർ പിറുകുറുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. പ്രഭുപാദർ ഏവർക്കും പ്രസാദം നൽകുന്നു. അടയുന്നു. രംഗം 2. ഒരു സായാഹ്ന മധ്യേ പ്രഭുപാദർ ക്ഷീണിതനായി കാണപ്പെടുന്നു. ഞാൻ തിരിച്ചു പോവുകയാണ്. എനിക്ക് വൃന്ദാവനത്തിൽ മരിക്കണം. ക്ഷീണിതനായ അദ്ദേഹത്തെ അനുയായികൾ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. നമ്മുടെ പ്രഭുപാദറിന് എന്തു പറ്റി? അദ്ദേഹത്തിന്റെ ആരോഗ്യം വളരെ മോശമാവുകയാണ്. പ്രസാദം സേവിച്ചിട്ട് 2 ദിവസത്തോളമായി പ്രഭുപാദ് പ്രസാദം സേവിച്ചിട്ട് മരുന്ന് പോലും കഴിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ ഊർജമാണ് നമ്മെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. പ്രഭുപാദർ കൃഷ്ണനോടായി കേഴുന്നു. ഭഗവാനെ, ഈ വൃദ്ധാവസ്ഥയിൽ മോശമായ ആരോഗ്യനിലയിൽ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? സ്ത്രീലമ്പടരും മയക്കുമരുന്നിന് അടിമകളായവരെയും ആണ് ഞാൻ ഇവിടെ കാണുന്നത്. നാസ്തികരായിട്ടുള്ള ഇവർക്ക് എങ്ങനെയാണ് ആത്മീയ വിഷയത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കേണ്ടത്? എൻ്റെ ശരീരമെല്ലാം ദുർബലമാകുന്നു, കണ്ണിന് കാഴ്ച കുറയുന്നു. എങ്കിലും എന്നെ ഈ പാശ്ചാത്യ ദേശത്ത് കൊണ്ടുവന്നെങ്കിൽ നിനക്ക് അതിനൊരു കാരണമുണ്ടായിരിക്കും. ദുർബലനായ ഈ വൃദ്ധനോട് കരുണ കാണിച്ചാലും നിന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് ആടുന്ന ഒരു പാവയാക്കി എന്നെ മാറ്റിയാലും പ്രഭു. അദ്ദേഹം മയക്കത്തിലേക്ക് വഴുതി വീഴുന്നു. കൃഷ്ണ ദർശനം. വ്യാകുല ചിത്തനാകാതെ എഴുന്നേറ്റാലും നിന്റെ ശരീരത്തെ കുറിച്ചോർത്ത് എന്തിന് വിലപിക്കുന്നു? ജീവൻ അതൊരിക്കലും നശിക്കുന്നില്ല. കാരണം മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതന. ഭൗതിക തത്വങ്ങളൊക്കെ എന്റെ സങ്കല്പത്തിനനുസരിച്ചാണ് ചലിക്കുന്നതെന്നും നിലനിൽക്കുന്നതെന്നും നിനക്കറിവുള്ളതല്ലേ? അസാധ്യമായി ഒന്നുമില്ല എന്ന തത്വം പ്രാവർത്തികമാക്കാൻ എനിക്ക് മാത്രമേ കഴിയുമെന്ന പരമാർത്ഥം നീ
എനിക്ക് തുല്യമായോ ഉപരിയായോ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിൽ ഇല്ലെന്ന പരമസത്യം നിനക്കറിയാത്തതല്ലോ. എന്റെ പരമനിരപേക്ഷ ഭാവത്തെ ഗ്രഹിച്ചാലും എന്റെ സന്ദേശം കലിയുഗ ധർമ്മമായ ഹരിനാമ സങ്കീർത്തനത്തിലൂടെ ലോകത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും പറന്ന് പന്തലിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് എഴുന്നേറ്റാലും നീ ഗുരുവിന്റെ നിർദ്ദേശത്തെ എന്റെ ആജ്ഞയായി സ്വീകരിച്ച് മുന്നോട്ടു പോയാലും ഏത് പ്രകാരം അന്ധകാരത്തെ ഇല്ലാതാക്കാൻ സൂര്യപ്രകാശം പ്രപഞ്ചമാകെ വ്യാപിക്കുന്നുവോ അതുപോലെ നിന്റെ മുന്നിലെ എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നത് നിനക്ക് താമസിയാതെ അനുഭവിച്ചറിയാൻ കഴിയും. കർട്ടൻ അടയുന്നു. രംഗം 3. കർട്ടൻ ഉയരുന്നു. തളർന്ന് അവശനായ ശ്രീല പ്രഭുപാദർ ഒരു കുട്ടിയെ പോലെ ഊർജ്ജസ്വലനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഈ മാറ്റം ഭക്തരെ അത്ഭുതപ്പെടുത്തുകയും ആഹ്ലാദപ്പെടുത്തുകയും ചെയ്യുന്നു. ഏവരും ഒന്നു ചേർന്ന് സത്സംഗങ്ങൾ നടത്തുകയും അവർ നൃത്തം ചെയ്യുകയും ചെയ്യുന്നു. പെട്ടെന്ന് സേവകനായിട്ടുള്ള ജോൺ കടന്നു വരുന്നു. എന്തു പറ്റി ജോൺ? പ്രസാദം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ തയ്യാറായോ? കണക്കിന് ഇല്ല പ്രഭുപാദ്, പച്ചക്കറികൾ നുറുക്കുകയാണ്. പക്ഷേ ജോർജ് ഹാരിസൺ അങ്ങേ കാണണമെന്ന് പറയുന്നു. അദ്ദേഹം ലക്ഷക്കണക്കിന് ആരാധകരുള്ള ഒരു ഗായകനാണ്. കാണാൻ അനുവദിച്ചാലും പ്രഭുപാദ്. ശരി, വരാൻ പറയൂ. ജോർജ് ഹാരിസൺ കടന്നു വരുന്നു. എന്താണ് താങ്കളുടെ വരവിന്റെ ഉദ്ദേശം? എന്ത് സേവയാണ് ഞാൻ ചെയ്യേണ്ടത്? പ്രഭുപാദ്, അങ്ങയുടെ ചലനങ്ങൾ എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. എന്താണ് അങ്ങേ അത്ഭുതപ്പെടുത്തിയത്? അങ്ങ് ഇവിടെ വന്നിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂ. 10ഓളം വിശ്വസ്ത സേവകർ ഒരു നിഴൽ പോലെ കൂടെയുണ്ട്. അങ്ങ് പുറത്തേക്ക് പോകുമ്പോൾ അങ്ങയെ പിന്തുടരുന്ന അനുയായികളുടെ എണ്ണം അനുനിമിഷം വർദ്ധിക്കുന്നു. താങ്കൾ ഒരു ദരിദ്രനാണ്. ഒരു തുരുമ്പിച്ച തകരപ്പെട്ടിയും കുറച്ച് പഴയ പുസ്തകങ്ങളും ഒരു പഴഞ്ചൻ ടൈപ്പ്റൈറ്റർ മെഷീനും കണ്ണടയ്ക്ക് പുറമെ അക്ഷരങ്ങൾ വായിക്കാൻ ഒരു ലെൻസും പിന്നെ ചുക്കിച്ചുളിഞ്ഞ കുറച്ച് പാത്രങ്ങളും. എന്നിട്ടും അങ്ങയുടെ ഓരോ ചുവടുവെപ്പും ആത്മവിശ്വാസവും മറ്റെന്തിനേക്കാളും കരുത്തുള്ളവരായി ഞാൻ കാണുന്നു. ഇപ്പോൾ താങ്കൾ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു. തിരക്കു പിടിച്ച ഒരു ഗായകനായിട്ടും എന്നെ കുറിച്ച് ഏറെ മനസ്സിലാക്കിയിരിക്കുന്നു. എങ്ങനെ? പ്രഭുപാദ്, താങ്കളുടെ സേവകനായ ഈ ജോൺ എന്റെ കടുത്ത ആരാധകനായിരുന്നു. അവൻ പറഞ്ഞു, നിങ്ങൾ അവനെ ഒരു ഹീറോയെ പരിചയപ്പെടുത്തി കൊടുത്തെന്ന്. കൃഷ്ണന്റെ മഹിമകൾ കേട്ടതിനു ശേഷം എന്റെ ഗാനങ്ങളോടും എന്നോടും അവന് താല്പര്യമില്ലെന്ന് പറയുന്നു. ഇതെന്ത് അത്ഭുതമാണ്! പ്രഭുപാദ്, താങ്കളുടെ ഈ പ്രപഞ്ചത്തിൽ ജീവൻ ഒഴിച്ച് സർവ്വതും താൽക്കാലികവും പരിവർത്തനം സംഭവിക്കുന്നതുമാണ്. ഒരു കാര്യം നമ്മൾ എത്ര ആഗ്രഹിക്കുന്നതായാലും ശരി, കുറച്ചു കഴിയുമ്പോൾ അസംതൃപ്തി ഉണ്ടാവുന്നത് സ്വാഭാവികമാണ്. മമൈവാംശ ജീവലോകെ ജീവഭൂത സനാതന. അപ്പൊ ആരെയാണ് ആരാധിക്കേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് ആയിരങ്ങൾ നിങ്ങളുടെ പിറകെ നടക്കുന്നത്. നമ്മുടെ ജീവിതം ആരാധകരെ നേടിയെടുക്കാനോ സ്വയം കേമൻ ആകാനോ വേണ്ടിയോ മാത്രം ഉള്ളതല്ല. ആരാധ്യനായിരിക്കുന്ന നിത്യ യൗവനം സർവ പ്രപഞ്ചത്തിന്റെയും ഹരിത നായകനും ആയിരിക്കുന്ന കൃഷ്ണ ഭഗവാനെ യഥാവിധി അറിയാനും സേവിച്ചുകൊണ്ട് ബന്ധം സ്ഥാപിക്കാനും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും കൂടിയാണ്. മിസ്റ്റർ ജോർജ്, ഈ പുസ്തകങ്ങൾ കൊണ്ടുപോവുക. ഇവ നിങ്ങളെ കൃഷ്ണനെ അറിയാൻ സഹായിക്കും. ബാക്ക് ടു ഗോഡ് ഹെഡ് എന്നാണ് ഈ പുസ്തകം. എന്നാൽ പ്രഭുപാദൻ, എന്നെ ഇതിനേക്കാളൊക്കെ ഉപരിയായി അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യമുണ്ട്. താങ്കൾ ഹരികീർത്തനം പാടുമ്പോഴും നൃത്തം ചെയ്യുമ്പോഴും താങ്കൾക്കൊപ്പം അനുയായികളുടെയും കണ്ണുകളിൽ അപാരമായ ആനന്ദത്തിന്റെ ഒരു തിളക്കം ഞാൻ കാണുന്നു. ആ തിളക്കത്തിന് മുന്നിൽ എന്റെ ആരാധകരുടെ കണ്ണുകളിലെ തിളക്കം ശൂന്യമായി എനിക്ക് അനുഭവപ്പെടുന്നു. എന്താണ് ആ തിളക്കത്തിന്റെ, ആ ആനന്ദത്തിന്റെ രഹസ്യം?
അതാണ് കൃഷ്ണന്റെയും കൃഷ്ണബോധത്തിന്റെയും മഹത്വം. പ്രിയപ്പെട്ട ഹാരിസൺ, നിങ്ങൾ കൃഷ്ണനെ കുറിച്ച് എഴുതുകയും പാടുകയും ചെയ്യും. നിങ്ങൾക്കും ആ രഹസ്യം അനുഭവപ്പെടുന്നതായിരിക്കും. അപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മുടെ സത്സംഗത്തിൽ വരിക, കൃഷ്ണപ്രസാദം ആസ്വദിക്കുക. രംഗം 2 അവസാനിക്കുന്നു. രംഗം 3 പ്രമുഖരും അനേകളും പാർക്കിൽ കീർത്തനം ചെയ്യുന്നു പ്രഭുപാദർക്കൊപ്പം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ പ്രഭുപാദ്, മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. ഹാരിസൺ കടന്നു വരുന്നു. പ്രഭുപാദ്, പ്രിയപ്പെട്ട പ്രഭുപാദ്, താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ കൃഷ്ണനെ കുറിച്ച് എഴുതി നോക്കി, പാടി നോക്കി. ആ രഹസ്യം എനിക്കും മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു. ഇതാ ശിവരൊക്കെ എന്റെ കൂടെ പാടുന്നുണ്ട്. ഞാൻ പാടിക്കോട്ടെ പ്രഭുപാദ്. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ധർമ്മം പോകും കളിയുടെ നാട്ടിൽ ധർമ്മം പുൽകാനായിട്ടുണ്ടോ ചേരൂ. ഇന്നി പ്രേമം ചാകും കളിയുടെ മേട്ടിൽ ഉറക്കമുണർന്നു വിരാജിതയാകും. കീർത്തനം പാടൂ ഇവിടെ നർത്തനം തുടരും ഭക്തരേ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ധർമ്മം പോകും കലിയുടെ നാട്ടിൽ ധർമ്മം നൽകാനായിട്ടും ചേരൂ. ഇന്നി പ്രേമം ചാകും കലിയുടെ നേട്ടിൽ ഭക്തിയുറക്കമുടന്നു വിരാജിതയാകും. കീർത്തനം പാടോ ഏവരും വിവിടെ നർത്തനം തുടരും ഭക്തരേ. Hare Krishna 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 Hare 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 Rama 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 Hare Hare ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. Hare Krishna അങ്ങനെ തനിക്ക് തോന്നിയതെന്തും എഴുതി പാട്ടുകളാക്കിയ ഹാരിസൺ അന്നു മുതൽ ഭഗവാന്റെ പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അദ്ദേഹത്തിനും ഭഗവാന്റെ കൃഷ്ണാബോധത്തിന്റെ ആ ഒരു സ്വാദ് അനുഭവിച്ചറിയാൻ സാധിച്ചു. അങ്ങനെ ഹിപ്പികളെല്ലാം ഹാപ്പിയായി കൃഷ്ണാബോധത്തിൽ ഉണർന്നു ജീവിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
അപ്പോൾ ഈ ഒരു നാമത്തിന്റെ ബീജം ഇന്നു തന്നെ നമുക്ക് നടാനായിട്ട് ശ്രമിക്കാം. എല്ലാവരും ഒന്നു ചേർന്ന് നാമം ജപിക്കൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ, 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 യാദവായ മാധവായ കേശവായ നമ, യാദവായ മാധവായ കേശവായ നമ. ഗോപാൽ ഗോവിന്ദ രാമ ശ്രീ മധുസൂദന, 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 गिरिधारी गोपीनाथ मदन मोहन, गिरिधारी ഗോപിനാഥ മദന മോഹന, श्री चैतन्य नित्यानंद श्री अद्वैत सीता, ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത, श्री चैतन्य नित्यानंद श्री अद्वैत सीता, ശ്രീ ചൈതന്യ നിത്യാനന്ദ ശ്രീ അദ്വൈത സീത, हरि गुरु वैष्णव भगवत गीता, ഹരി ഗുരു വൈഷ്ണവ ഭഗവദ ഗീത, श्री रूप सनातन भट्ट रघुनाथा, ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ, श्री रूप सनातन भट्ट रघुनाथा, ശ്രീ രൂപ സനാതന ഭട്ട രഘുനാഥ, जीव गोपाल भट्ट दास रघुनाथा, ശ്രീ ജീവ ഗോപാല ഭട്ട ദാസ രഘുനാഥ, गोविंद जय जय गोपाल जय जय, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, गोविंद जय जय गोपाल जय जय, ഗോവിന്ദ ജയ ജയ ഗോപാല ജയ ജയ, राधा रमण हरि गोविंद जय जय, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ, राधा रमण हरि गोविंद जय जय, രാധാരമണ ഹരി ഗോവിന്ദ ജയ ജയ, जय सच्चिदानंद जय सच्चिदानंद, ജയ സച്ചിനന്ദന ജയ സച്ചിനന്ദന, जय सच्चिदानंद गौर हरि, ജയ സച്ചിനന്ദന ഗൗര ഹരി, निताय गौरंगा निताय गौरंगा, നിതായ് ഗൗരംഗ നിതായ് ഗൗരംഗ, निताय गौरंगा निताय गौरंगा, നിതായ് ഗൗരംഗ നിതായ് ഗൗരംഗ, निताय गौरंगा बोल हरि बोल हरि बोल, നിതായ് ഗൗരംഗ ബോൽ ഹരി ബോൽ ഹരി ബോൽ, हरि 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 बोल हरि बोल, ഹരി 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 ബോൽ ഹരി ബോൽ, हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ, हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം രാം ഹരേ ഹരേ. प्रभात की जय, ജയ്. प्रभात की जय. ഹരേ കൃഷ്ണ. മരണമില്ലാത്ത ജീവിതം ഈ നാടകം ഇവിടെ അവസാനിക്കുന്നു. രചന സംവിധാനം ഹെർ ഗ്രേസ് ചാരുമുഖി ഗൗരംഗദേവി ദാസി മാതാജി ആൻഡ് മനോജ് പ്രഭു.